ഈ കാണുന്ന ജനങ്ങൾ ഇവിടെ ഓടിയെത്തിയവരാണ് വാർത്ത അറിഞ്ഞിട്ട്. അതുകൊണ്ട് ഇവരാരും ഭയന്ന് പിന്മാറുന്നവരല്ല, പ്രതിഷേധവുമായിട്ട് പോകും. ഏതറ്റം വരെ ഇവർ വേട്ടയാടിക്കൊള്ളട്ടെ, ഞങ്ങൾ അതിനെ നേരിടും. എന്തായാലും ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരോട് ഇതിനെ ശക്തമായി നേരിടാൻ തന്നെയാണോ? അത് പാർട്ടി തീരുമാനവും പാർട്ടി നേതാക്കൾ പറയും. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ വാർത്ത അറിഞ്ഞപ്പോൾ ഇവിടത്തേക്ക് എത്തിയതാണ് വാർത്ത അറിഞ്ഞപ്പോൾ എത്തിയതാണ്. എന്താണ്? അതെ, വാർത്ത അറിഞ്ഞിട്ട് വന്നതാണ്. ഇതിനൊക്കെ ശക്തമായി നേരിടും, എല്ലാവരും നേരിടും. പാർട്ടി ഇത് ശുദ്ധ തമ്മാടിത്തമാണ്. ഈ നേരത്തെ പല സ്ഥലത്തും ഇതുപോലെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് 2 കൊല്ലം കെജ്രിവാളിനെ ജയിലിലിട്ട് ഒരു തെളിവുമില്ല. അവസാനം അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി വന്നു. അതുപോലെ പിണറായി പൊട്ടിക്കരയൊന്നുമില്ല. ഈയിടെ റെയ്ഡ് നടത്തിക്കൊണ്ട് ഒരു ചുക്കും കിട്ടാനും പോകുന്നില്ല. സത്യസന്ധനായ നേതാവാണ്, ഒരു സമ്പാദ്യം അനധികമായി നടത്താത്ത നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ചുക്കും കിട്ടൂല. വെറുതെ വന്നിട്ട് ഇനിയിപ്പോൾ കള്ള കേസ് എന്തെങ്കിലും ചുമത്താന്നല്ലാതെ പിണറായിക്കിൻ്റെ പേരിൽ ശരിയായിട്ട് ഒരു കേസ് ഇവർക്ക് ചുമത്താനും കഴിയില്ല. നേരത്തെ തന്നെ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ സ്വർണ്ണ കള്ളക്കടത്ത് മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട് റെയ്ഡ് നടത്തിയിട്ട് ഒരു കാര്യവും കിട്ടിയിട്ടില്ല. അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് ചുമത്തി ജയിലിടാൻ പോകുന്നുണ്ടെങ്കിൽ കേരള മക്കൾ പൊറുക്കില്ല, ഒരു സംശയവും. അതിശക്തമായ പ്രതിഷേധം ഈ ഇ.ഡി. ചെറ്റകൾക്കെതിരായിട്ടുണ്ട്. ഇ.ഡി. എന്ന് പറഞ്ഞാൽ വെറും വേട്ട നായ്ക്കൾ, വേട്ടപ്പെട്ട് പിന്നെ മോദിയുടെ കുത്തകളാണ് ഇവള്, വെറും വേട്ട കുത്തകൾ. അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അതിശക്തമായ എതിർപ്പുണ്ടാവും. ഇത് സതീശനും മോഡിയും കൂടിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എത്ര നാൾ കൊണ്ടുപോകുന്നത് കണ്ടറിയണം. പിന്നെ ശക്തമായ പ്രതിഷേധം ഇതിന്. ഇ.ഡിൻ്റെ ചരിത്രം നമ്മളിപ്പോൾ എടുത്ത് നോക്കിയാൽ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് തുറങ്കലിൽ അടക്കുക എന്നുള്ളത് മാത്രം. പിന്നീട് കോടതികളിൽ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തി. ഇതെല്ലാം ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മതി. ആദ്യം ഇങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കും. പിന്നീട് കുറേ കാലം ആളെ ജയിലിൽ കിടത്തുക. ഒരു തെളിവും ഇല്ലാതാണ് എത്രയോ ആൾക്കാർ. ഇ.ഡിയുടെ തൊഴിൽ തന്നെ അതാണ്. പ്രവർത്തകരുടെ പ്രതികരണങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മോഡിയും കൂടി ഈ രീതിയിൽ പരിപാടി നടക്കുകയാണെങ്കിൽ കേരളം കടന്ന് കത്തുന്ന അവസ്ഥയിലുണ്ടാവും. ഇങ്ങനത്തെ പോവുകയാണെങ്കിൽ ഈ തരത്തിലേക്കൊന്നും മുന്നോട്ട് പോകാൻ അധികാരം വി.ഡി. സതീശന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ അധികാരത്തിൽ കയറിയിട്ട് 2ാമത്തെ 3ാം ദിവസം ഈ തരത്തിലാണ് വി.ഡി. സതീശൻ കളിക്കുന്നതെങ്കിൽ കേരളം കത്തിക്കേണ്ടവരുടെ ചെയ്യുന്നത്. ഉറപ്പായിട്ടും പിണറായി വിജയൻ്റെ വീട്ടിലോ ദേഹത്തോ ഈ രീതിയിലേക്ക് കളിക്കാൻ വരികയാണെങ്കിൽ വി.ഡി. സതീശൻ അവിടെ നല്ല രീതിയിൽ കിടന്നുറങ്ങില്ല. തീർച്ചയായിട്ടും പറഞ്ഞു. ഇ.ഡിയും കോൺഗ്രസ് രണ്ടും കൂടി ഒന്നിച്ചില്ലതാണ്. ഇ.ഡി ഇനി എന്തെന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാന്ന് ചെയ്തോളി. എന്നാൽ ജനങ്ങളെല്ലാം വിളിച്ച് ഒന്നാളെ ഈ നാട് ഈ രീതിയിലാക്കേണ്ട പകുതി ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, പത്രക്കാർക്ക്. അറിയാം, എനിക്ക് ഇനി വെടിവെച്ച കൊള്ളുന്നത് നോക്കണം നമ്മൾ കേട്ടാ. പേപ്പർ ഈ ഉദ്യോഗസ്ഥന്മാർ വെക്കുന്നുണ്ടോ നോക്കണം. മുമ്പേ ഒന്നിനും ചെയ്താൽ വേണ്ടിരാ. മുമ്പേ ഒന്നിനും ചെയ്തില്ല. അങ്ങോട്ട് വെക്ക്. അങ്ങോട്ട് വെച്ച നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്? പ്രവർത്തകർ വൈകാരികമായി നാട്ടുകാർക്കൊന്നുമില്ല. പിണറായി വിജയനെ കൊല്ലുന്നത് വേറെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾക്ക് അതും കാത്ത് നിൽക്കാമല്ലോ. നിങ്ങൾക്ക് അതല്ലേ വേണ്ട. അയാൾ എങ്ങനെയും കൊന്ന് കിട്ടണില്ലേ വേണ്ട. എന്ത് തോന്നിയാസം നടന്ന് കുറേ പത്രങ്ങൾ നുണയും കൊണ്ട് നടക്കുക. ഇന്നും ഇന്നലെ നടക്കുന്ന നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്?